ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാണ്, ഞാൻ ഇന്നലെ എൻ്റെ മുടി വെട്ടിച്ചു. ഇന്നലെ എൻ്റെ മുടി വെട്ടിച്ചു എന്നർത്ഥം ഞാൻ സ്വന്തമായി വെട്ടിയതാണോ? അല്ലല്ലോ, ഞാൻ വെട്ടിപ്പിച്ചു അല്ലേ. ഇനി അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ വീട് നന്നാക്കിച്ചു, അല്ലെങ്കിൽ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചിരിപ്പിച്ചു, ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചു. ഇതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇവിടെ രണ്ട് ഫോർമുല ഉണ്ട്, രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്നാണ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. എന്താണ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം? ഇതെപ്പോൾ ഉപയോഗിക്കാം? രണ്ട് ഫോർമുല ഉണ്ട്. ഒന്നാണ് മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. രണ്ടാമതാണ് ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് തേർഡ് ഫോം. എന്താണ് മീനിങ്? എന്താണ്? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്താണ്? മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഒന്നാമത്തെ മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് നമ്മൾ നിർബന്ധിച്ച്, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, മേക്ക് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇനി അങ്ങനല്ല, ഗെറ്റ് എപ്പോൾ ഉപയോഗിക്കുക? ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് തേർഡ് ഫോം ഉപയോഗിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ എഫേർട്ട് ഇല്ലാതെ, നമ്മുടെ നിർബന്ധിക്കാതെ, വിത്തൗട്ട് ഫോഴ്സ്, നിർബന്ധിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് ഇല്ലാതെ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ ക്യാഷ് കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്ത് കാര്യം എന്താണ് നമ്മൾ ഉപയോഗിക്കുക? ഗെറ്റിലാണ് അല്ലേ. നമ്മൾ ക്യാഷ് കൊടുക്കുന്ന കാരണം എന്താണ്? സ്വന്തം എഫേർട്ട് ഒഴിവാക്കാനല്ലേ. സ്വന്തം എഫേർട്ട് ഒഴിവാക്കാനല്ലേ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ക്യാഷ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഇത് ഉപയോഗിക്കുക, ഗെറ്റ് ഉപയോഗിച്ചാൽ മതി. ഗെറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം, നമ്മൾ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒരാളെ കൂടെ ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മൾ മേക്ക് ഉപയോഗിക്കുക. അത് സ്വന്തമായിട്ട് എഫേർട്ട് ഇല്ലാതെ, ഓക്കെ, ഫോഴ്സ് നിർബന്ധിക്കാതെ ചെയ്യിപ്പിക്കുമ്പോഴാണ് ഗെറ്റ് ഉപയോഗിക്കുക. ക്ലിയർ? ഇനി ഞാൻ പറയാം നിങ്ങളോട്, ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ മുടി വെട്ടിച്ചു. ഇവിടെ നമ്മൾ സ്വന്തമായിട്ടാണ് വിടുന്നത്? അല്ലല്ലോ, നമ്മൾ ക്യാഷ് കൊടുത്ത് മറ്റുള്ളവരെ കൂടെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ വരിക? അവിടെ വരും ഗെറ്റ് വരും. എന്താ വരിക? ഗെറ്റ് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ മേക്ക് അതുപോലെ തന്നെ ഗെറ്റ് ഇതെന്താണ്? വെർബാണ്. ഇത് ടെൻസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ബൈക്ക് സർവീസ് ചെയ്യിപ്പിച്ചു. പാസ്റ്റ് ആണല്ലോ, പാസ്റ്റ് ആണ്. ഞാൻ ബൈക്ക് സർവീസ് ചെയ്യിപ്പിക്കും, ഫ്യൂച്ചറാണ് അല്ലേ. അപ്പം എന്താ പറയുക? ഇവിടെ ഞാൻ പറയാണ് ഗെറ്റ്. ഞാൻ ബൈക്ക് സർവീസ് ചെയ്യിപ്പിച്ചു, ഐ ഗോട്ട്. ഇവിടെ എന്തൊരു ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കണം, ഗോട്ട്. ഞാൻ ചെയ്യിപ്പിക്കുമാണെങ്കിലോ വിൽ ഗെറ്റ്. എന്നാണ് വിൽ ഗെറ്റ്. ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈസ് ഗെറ്റിംഗ്. എന്നാണ് ഈസ് ഗെറ്റിംഗ്. എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ, ഈ മേക്ക് ആണെങ്കിലും അതുപോലെ ഗെറ്റ് ആണെങ്കിലും, ഈ രണ്ട് കാര്യങ്ങൾ ടെൻസിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാണ് മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം, ഉദാഹരണം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒന്നാമതാണ്, ഞാൻ അവനെ കരയിച്ചു. എന്താണ്? ഞാൻ അവനെ കരയിച്ചു. കരയടാ, ഞാൻ അവനെ കരയിച്ചു. സ്വന്തം എഫേർട്ട് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ, എഫേർട്ട് ഉണ്ട്. അപ്പോൾ എന്താ പറയാ? മേക്ക്. ഞാൻ അവനെ കരയിച്ചു, ഞാൻ ആയി അല്ലേ, ആയി വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? മേക്ക് ആണോ വരിക? അല്ല, അതിൻ്റെ പാസ്റ്റ് ഫോം ആണ്. മേക്കിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? മെയ്ഡ് ആണ്. ഐ മെയ്ഡ്. ഐ മെയ്ഡ്. ആരെയാണ് കരയിച്ചത്? അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ആരെയാണ്? അവനെ. ഹിം ആണ് വരേണ്ടത്. ക്ലിയർ? ഹി അല്ല, ഹിം. ഐ മെയ്ഡ് ഹിം. എന്ത്? വെർബ് ഫസ്റ്റ് ഫോം, കരയിപ്പിക്കുക, ക്രൈ. അപ്പം എന്തായി? ഐ മെയ്ഡ് ഹിം ക്രൈ. ഐ മെയ്ഡ് ഹിം ക്രൈ. ഞാൻ അവനെ കരയിപ്പിച്ചു. ഈ രണ്ടാമതാണ്, അവൻ എന്നെ ചിരിപ്പിച്ചു. അവൻ എന്നെ ചിരിപ്പിച്ചു അല്ലേ. അവൻ എന്നെ ചിരിപ്പിച്ചു. അവൻ റിസ്ക് എടുത്തു. അവൻ്റെ എഫേർട്ടാണ്, സ്വന്തം എഫേർട്ട് അല്ലേ. ഹീ ചിരിപ്പിച്ചു. മേക്ക് അല്ല, പാസ്റ്റ് ആണ്, മെയ്ഡ്. മേക്കിൻ്റെ പാസ്റ്റ് ആണ് മെയ്ഡ്. ഹീ മെയ്ഡ്. ആരെയാണ്? എന്നെ. ഹീ മെയ്ഡ് മീ. ഒബ്ജക്റ്റ്. എന്താണ് ഇവിടെ? ഒബ്ജക്റ്റ്. ഹീ മെയ്ഡ് മീ. ഓക്കെ, ഹീ മെയ്ഡ് മീ ചിരിപ്പിക്കുക, ലാഫ്. ഹീ മെയ്ഡ് മീ ലാഫ്. വെർബ് ഫസ്റ്റ് ഫോം. അപ്പം എന്തായി? ഫസ്റ്റ് വൺ ഐ മെയ്ഡ് ഹിം ക്രൈ. ഞാൻ അവനെ കരയിച്ചു. അവൻ എന്നെ ചിരിപ്പിച്ചു. ഹീ മെയ്ഡ് മീ ലാഫ്. ഇനി അടുത്താണ്, അവൻ എന്നെ ചിരിപ്പിക്കാറുണ്ട്. ശീലങ്ങൾ. അവൻ എന്നെ ചിരിപ്പിക്കാറുണ്ട്. ശീലങ്ങൾ. സിമ്പിൾ പ്രസന്റ്. അപ്പം എന്താ പറയുക? അവനല്ലേ, അവൻ. ഹീ എഴുതി. അത് കഴിഞ്ഞിട്ട് ചിരിപ്പിക്കാറുണ്ടല്ലോ, മെയ്ക്ക് ആണോ? അല്ല, മെയ്ക്സ് തന്നെ. മെയ്ക്സ്. ശീലങ്ങൾ, SES ഫോം. ഓക്കെ, ഹീ മേക്സ് മീ. എന്നെ. ഹീ മേക്സ് മീ ലാഫ്. അവൻ എന്നെ ചിരിപ്പിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയി അല്ലേ, ആയി വരും.
ഈസ് ആം ആർ പ്ലസ് ing ഫോം അല്ലേ? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഐ ആം മേക്കിംഗ് എന്നാണ്. ഐ ആം മേക്കിംഗ് ing ഫോം വരണം. ഐ ആം മേക്കിംഗ് ആരെ ഒബ്ജക്റ്റ് യു നിങ്ങളെ. ഐ ആം മേക്കിംഗ് യു ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം മേക്കിംഗ് യു ലാഫ്. ഐ ആം മേക്കിംഗ് യു ലാഫ്. സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്താണ് ഞാൻ ഇന്നലെ എൻ്റെ മുടി വെട്ടിച്ചു. ഞാൻ ഇന്നലെ എൻ്റെ മുടി വെട്ടിച്ചു എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വെട്ടിയതാണോ? അല്ലല്ലോ, നമ്മൾ ക്യാഷ് കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം എന്ത് വരും? ഗെറ്റ്. അപ്പം എന്താ പറയുക? ഞാനല്ലേ ഇന്നലെ ഐ. ഓക്കെ, ഇവിടെ ഗെറ്റാണ് വരിക? അല്ല, അതിൻ്റെ പാസ്റ്റ് വരണം ഗോട്ട്. കാരണം ഇന്നലല്ലേ ഐ ഗോട്ട്. ഐ ഗോട്ട് എന്ത് ഒബ്ജക്റ്റ്? എന്താ വെട്ടിപ്പിച്ചത്? മൈ ഹെയർ അല്ലേ? എൻ്റെ മുടി. മൈ ഹെയർ. മൈ ഹെയർ. ഓക്കെ, മൈ ഹെയർ. അപ്പം എന്തായി? ഐ ഗോട്ട് മൈ ഹെയർ കട്ട്. കട്ടിൻ്റെ ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ സെയിം ആണ്. അപ്പം എന്ത് ചെയ്ത് ഇങ്ങനെ ഐ ഗോട്ട് മൈ ഹെയർ കട്ട്. ഇന്നലെ എന്നുണ്ടല്ലോ, അപ്പം ഇന്നലെ ലാസ്റ്റ് ഇത് കൊടുക്കുക യെസ്റ്റർഡേ. ഇതൊന്ന് യെസ്റ്റർഡേ എഴുതി മതി. ഓക്കെ, യെസ്റ്റർഡേ. അപ്പം എന്തായി? ഐ ഗോട്ട് മൈ ഹെയർ കട്ട് യെസ്റ്റർഡേ. ഐ ഗോട്ട് മൈ ഹെയർ കട്ട് യെസ്റ്റർഡേ. ഇനി അടുത്താണ് ഞാൻ ടി വി നന്നാക്കിച്ചു. ഞാൻ ടി വി നന്നാക്കിച്ചു എന്ന് പറയാം. ഓക്കെ, ഞാൻ ഐ ഗെറ്റാണോ അതോ ഗോട്ടാണോ? ഗോട്ട്. കാരണം പാസ്റ്റ് ആണ്. ഐ ഗോട്ട് ടി വി. ഐ ഗോട്ട് ടി വി നന്നാക്കിക്കുക. റിപ്പയർഡ്. തേർഡ് ഫോം അല്ലേ? നമുക്ക് വേണ്ടത് തേർഡ് ഫോം ആണ് വേണ്ടത്. റിപ്പയർഡ്. REPIRED. റിപ്പയർഡ്. ഇന്നലെ ഇന്നലെ ഇല്ല. ഓക്കെ, ഞാൻ ടി വി നന്നാക്കിച്ചു. ഐ ഗോട്ട് ടി വി റിപ്പയർഡ്. അല്ലെങ്കിൽ ഐ ഗോട്ട് മൈ ടി വി റിപ്പയർഡ്. ഓക്കെ, ഇനി അടുത്താണ് അവൻ അവൻ്റെ വീട് പെയിൻറ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിക്കുകയാണെന്ന് വെച്ചാൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ഫോമാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പോൾ അവൻ ഹി ആണല്ലോ. ഹി. അവൻ അവൻ്റെ വീട് പെയിൻറ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതുവരെ? മേക്കാണോ അതോ ഗെറ്റാണോ? തീർച്ചയായിട്ടും ഗെറ്റ് അല്ലേ? കാരണം അവൻ വേറെ ആൾക്കൂടെ ചെയ്യിപ്പിക്കല്ലേ? ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കല്ലേ? തീർച്ചയായിട്ടും. ഹി ഈസ്. ഈസ് ഐ മാർ പ്ലസ് ing ഫോം. ഹി ഈസ് ഗെറ്റിംഗ്. ing ഫോം. ഹി ഈസ് ഗെറ്റിംഗ്. അവൻ്റെ വീട് ഹിസ് ഹൗസ്. ഹിസ് ഹൗസ്. ഹി ഈസ് ഗെറ്റിംഗ് ഹിസ് ഹൗസ്. വെർബ് തേർഡ് ഫോം. പെയിൻറ് എന്ന് പറഞ്ഞാൽ വെർബ് ഫസ്റ്റ് ഫോം ആണ്. അതിൻ്റെ സെക്കൻഡ് ഫോം തേർഡ് ഫോം പെയിൻറ്റഡ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? പെയിൻറ്റഡ്. അപ്പം എന്തായി? ഉണ്ടാവും. ഹി ഈസ് ഗെറ്റിംഗ് ഹിസ് ഹൗസ് പെയിൻറ്റഡ്. ഹി ഈസ് ഗെറ്റിംഗ് ഹിസ് ഹൗസ് പെയിൻറ്റഡ്. അവൻ അവൻ്റെ വീട് പെയിൻറ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്താണ് ഞാൻ അവനെ ഓടിച്ചു വിട്ട്. ഞാൻ അവനെ ഓടിച്ചു വിട്ടു. ഓടിച്ചു വിട്ടവൻ അല്ലേ? നമ്മുടെ സ്വന്തം എഫേർട്ട് അല്ലേ? സ്വന്തം എഫേർട്ടാണ്. അപ്പം എന്താ പറയും? ഞാൻ അവനെ ഓടിച്ചു വിട്ടു. ഐ അല്ലേ? മെയ്ഡ്. ഐ മെയ്ഡ്. പാസ്റ്റ് ഫോമാണ് ഐ മെയ്ഡ്. ആരെ? അവനെ. ഐ മെയ്ഡ് ഹിം. ഐ മെയ്ഡ് ഹിം. ഓടിച്ചു വിട്ട്. റൺ അവേ എന്താ പറയാ? റൺ അവേ. ഫസ്റ്റ് ഫോമാണ് റൺ അവേ. ഞാൻ അവനെ ഓടിച്ച് വിട്ട്. ഇനി അടുത്താണ് അവൾ എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവൾ എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്താ പറയാ? അവൾ. ഷീ എന്താണ്? ഷീ മെയ്ഡ് അല്ലേ? സെക്കൻഡ് ഫോം. ഷീ മെയ്ഡ് എൻ അല്ലേ? ഷീ മെയ്ഡ് മീ. ഷീ മെയ്ഡ് മീ. വെർ ഫസ്റ്റ് ഫോം. ഷീ മെയ്ഡ് മീ വെയിറ്റ്. ഷീ മെയ്ഡ് മീ വെയിറ്റ്. അവൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എവിടെ? എന്നെ. പുറത്ത്. ഔട്ട്സൈഡ്. കണ്ടോ? അപ്പം എന്തായി? ഷീ മെയ്ഡ് മീ വെയിറ്റ് ഔട്ട്സൈഡ്. ഷീ മെയ്ഡ് മീ വെയിറ്റ് ഔട്ട്സൈഡ്. ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, അവൾ ഉള്ളിലായിരുന്നു. ഇനി അടുത്ത് ഇന്നലെ ആ മൂവി എന്നെ കരയിച്ചു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. ഓക്കെ, എന്താ പറയാം? ഇന്നലെ ആ മൂവി എന്നെ കരയിച്ചു. എന്നെ കരയിച്ചു. ഇന്നലെ ആ മൂവി അല്ലേ? ദാറ്റ് മൂവി എന്താണ്? ദാറ്റ് മൂവി. ദാറ്റ് മൂവി എന്താണ്? ദാറ്റ് മൂവി സെക്കൻഡ് ഫോം മേക്കിൻ്റെ. മെയ്ഡ്. ദാറ്റ് മൂവി മെയ്ഡ് മീ ക്രൈ. മെയ്ഡ് മീ ക്രൈ. ഇന്നലെ ആ മൂവി എന്നെ കരയിച്ചു. ദാറ്റ് മൂവി മെയ്ഡ് മീ ക്രൈ യെസ്റ്റർഡേ. ഇന്നലെ എന്തായി? യെസ്റ്റർഡേ. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഹോംവർക്ക്സ് ഉണ്ടാവും. ഹോംവർക്ക്. ഓക്കെ, യെസ്. ഇനി അടുത്താണ് അവൻ അവൻ്റെ മൊബൈൽ ശരിയാക്കിച്ചു. അവൻ അവൻ്റെ മൊബൈൽ ശരിയാക്കിച്ചു. എങ്ങനെ പറയാം? അവൻ അവൻ്റെ മൊബൈൽ ശരിയാക്കിച്ചു. ഹീ അല്ലെ? ആദ്യം ഹീ ഗോട്ട് അല്ലെ? ക്യാഷ് കൊടുത്ത് അവൻ ശരിയാക്കിച്ചു. ഹീ ഗോട്ട് ഹീസ് മൊബൈൽ.
he got his mobile repaired. Verb third form. എന്താണ് verb third form? Repaired. Okay? Yes. ഇനി അടുത്താണ് ഞാൻ എൻ്റെ കാർ നന്നാക്കിച്ചു. ഞാൻ എൻ്റെ കാർ നന്നാക്കിച്ചു എന്ന് പറയാം. ഞാൻ എൻ്റെ കാർ നന്നാക്കിച്ചു. ക്യാഷ് കൊടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ get earn. ഓക്കെ? യെസ്. ഞാൻ I got my car again repaired. എന്താണ് repaired? third form. എന്താണ് third form? I got my car repaired. I got my car repaired. ഇനി അടുത്താണ് ഞാൻ അവനെ തല്ലിച്ചു. എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവനെ തല്ലിച്ചു. അവനെ തല്ലിച്ചു. കൊട്ടേഷൻ പറയാം. ഞാൻ അവനെ തല്ലിച്ചു. I got ആണ്. എന്താ കാരണം? ഞാനല്ലോ തല്ലിയത്. തല്ലിയത് ഞാനാണോ? അല്ലല്ലോ. ഞാൻ അവനെ തല്ലിച്ചു. വേറെ ആളെ കൊണ്ട് തല്ലിപ്പിച്ചു. I got him. തല്ലുക ബീറ്റ്. ബീറ്റിന്റെ തേർഡ് ഫോം എന്താ വരിക? ബീറ്റൺ. അപ്പൊ എന്തായി? I got him beaten. ഇനി അടുത്താണ് അവൾ എന്നെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിച്ചു. അവൾ എന്നെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിച്ചു അല്ലേ? അവൾ എന്നെ കൊണ്ട് ഉണ്ടാച്ചല്ലോ. എഫേർട്ട് അല്ലേ? എന്താണ് ഫോഴ്സ് അല്ലേ? ഫോഴ്സ് ചെയ്ത് അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചു. നിർബന്ധിച്ചു അല്ലേ? അപ്പൊ നിർബന്ധിച്ച് കാണും ചെയ്യിപ്പിക്കുമ്പോൾ എന്താ പറയുക? മേക്കാണ് വരിക. ഓക്കെ? നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ മേക്കാണ് വരിക. അപ്പൊ അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചു. അവൾ she made me cook food. She made me cook food. ഇനി അടുത്താണ് ഞാൻ ഇന്ന് രാത്രി അവനെ കൊണ്ട് എൻ്റെ കാർ ഓടിപ്പിക്കും. ഞാൻ ഓടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി അവനെ കൊണ്ട് എൻ്റെ കാർ ഓടിപ്പിക്കും എന്ന് പറയാം. ഞാൻ ഇന്ന് രാത്രി I will ഫ്യൂച്ചറാണ്. I will make. നിർബന്ധിക്കല്ലേ അല്ലേ? നമ്മൾ നിർബന്ധിച്ചാണ് മറ്റുള്ള കൊണ്ട് ഓടിപ്പിക്കണം. I will make him drive. Verb third form. Okay. I will make him drive my car. എന്താണ്? tonight. ഇന്ന് രാത്രി അല്ലേ? ഇന്ന് രാത്രി tonight. അപ്പൊ എന്തായി? I will make him drive my car tonight. ഇത് ഡ്രൈവ് ആണ് വെർബ് ഫസ്റ്റ് ഫോം. കാരണം മേക്കിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ആണ്. ഗെറ്റിൻ്റെ കൂടെ നമ്മൾ വെർബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കാറ്. ഓക്കെ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു 3-4 സെന്റൻസ് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ അയക്കുക. ഓക്കെ? മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്. ഇനി അടുത്താണ് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ പാസ്പോർട്ട് പുതുപ്പിച്ചു. എങ്ങനെ പറയാം? I got അല്ലേ? നമ്മൾ ക്യാഷ് കൊടുത്ത് പുതുപ്പിച്ചു. I got my passport. വെർബ് തേർഡ് ഫോം അല്ലേ? എന്താണ്? റിന്യൂഡ്. എപ്പോഴാണ്? ലാസ്റ്റ് മന്ത്. കണ്ടോ? ലാസ്റ്റ് മന്ത്. അപ്പൊ എന്തായി? I got my passport renewed last month. ഇനി അടുത്താണ് ഞാൻ നാളെ ബൈക്ക് സർവീസ് ചെയ്യിപ്പിക്കും. നാളെയാണ് ചെയ്യിപ്പിക്കും, ഫ്യൂച്ചർ. ഞാൻ നാളെ ബൈക്ക് സർവീസ് ചെയ്യിപ്പിക്കും. എന്താ പറയാ? I will നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കും. I will get my bike. ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. ചേർക്കാം. My bike. I will get my bike. വെർബ് തേർഡ് ഫോം സർവീസ്ഡ്. എന്താണ്? സർവീസ്ഡ്. എപ്പോഴാണ്? ടുമോറോ. നാളെ. അപ്പൊ എന്തായി? I will get my bike serviced tomorrow. ഓക്കെ? ഇനി ലാസ്റ്റ് ആണ് ഞാൻ റൂം ക്ലീൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ആരെക്കൊണ്ട്? നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണോ? അത് നമുക്കറിയില്ല. അതറിയാത്തത് കൊണ്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ ചെയ്യിപ്പിച്ചു. ഓക്കെ? അപ്പം ഞാൻ പറയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് എൻ്റെ റൂം ക്ലീൻ ചെയ്യിപ്പിച്ചു. അപ്പം എന്താ? അത് ഞാൻ ഫോഴ്സ് ചെയ്തു അല്ലേ? ഞാൻ നിങ്ങൾ നിർബന്ധിച്ചല്ലേ? അവിടെ മേക്ക് വരും. ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ റൂം ക്ലീൻ ചെയ്യിപ്പിച്ചു. ഇവിടെ ഫോഴ്സ് ആണോ? അറിയില്ല. അങ്ങനെ നമ്മൾ ഗെറ്റ് കൊടുക്കാം. ഓക്കെ? നമ്മൾ ക്യാഷ് കൊടുത്ത് മറ്റുള്ളവർ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാം? I got ഓക്കെ, I got my room. എൻ്റെ റൂം. I got my room. വെർബ് തേർഡ് ഫോം cleaned. വളരെ സിമ്പിളാണ് അല്ലേ?
ഇപ്പം ഐ ഗോട്ട് മൈ റൂം ക്ലീൻഡ്. ഇനി നിങ്ങളുടേതായിട്ടുള്ള ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. താങ്ക് യു എവറി വൺ.